യുദ്ധം മുറുകുകയാണ്. ലോകത്തെ നടുക്കാൻ ശേഷിയുള്ള അടുത്ത വലിയ ഏറ്റുമുട്ടൽ എപ്പോൾ, എവിടെ, എങ്ങനെ പൊട്ടിപ്പുറപ്പെടും എന്ന ആശങ്ക ഇതിനകം ശക്തി പ്രാപിച്ചിരിക്കുകയാണ്. പുറമേ നിശബ്ദതയുണ്ടെന്ന് തോന്നിച്ചാലും ആ നിശബ്ദതയുടെ അടിയിൽ അതിവേഗ നീക്കങ്ങളാണ് നടക്കുന്നത്. സൈനിക വിന്യാസങ്ങൾ മാറുന്നു, രഹസ്യ കൂട്ടുകെട്ടുകൾ രൂപപ്പെടുന്നു, ആക്രമണവും പ്രതിരോധവും ഇനി പുതിയ തലത്തിലേക്ക് കടക്കുന്നു. അത്തരമൊരു സാഹചര്യത്തിൽ ലോകസുരക്ഷാ സമവാക്യത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന ഒരു റിപ്പോർട്ടാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. ഇറാൻ കഴിഞ്ഞ വർഷം രഹസ്യമായി സ്വന്തമാക്കിയ ചൈനീസ് നിർമ്മിത ഉപഗ്രഹം അമേരിക്കൻ സൈനിക താവളങ്ങളെ നിരീക്ഷിക്കാനും തന്ത്രപ്രധാന കേന്ദ്രങ്ങളുടെ നീക്കങ്ങൾ വിലയിരുത്താനും ഉപയോഗിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ഇതൊരു സാധാരണ സാങ്കേതിക ഇടപാട് മാത്രമല്ല. കാരണം ആധുനിക യുദ്ധങ്ങളിൽ ആദ്യം ജയിക്കുന്നത് ഏറ്റവും കൂടുതൽ വിവരങ്ങൾ കൈവശമുള്ളവരാണ്. ശത്രുവിന്റെ നീക്കങ്ങൾ മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയുന്നവർക്കാണ് ആക്രമണത്തിലും പ്രതിരോധത്തിലും മേൽക്കൈ ലഭിക്കുക. ഇനി യുദ്ധഭൂമി വെറും കരയിലോ കടലിലോ ആകാശത്തിലോ ഒതുങ്ങുന്നില്ല. ഭൂമിയിൽ നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ ഉയരത്തിൽ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്ന ഉപഗ്രഹങ്ങളാണ് ഇനി നിർണായക ആയുധങ്ങളിലൊന്ന്. എവിടെയാണ് യുദ്ധവിമാനങ്ങൾ നിലയുറപ്പിച്ചിരിക്കുന്നത്? എവിടെയാണ് സൈനിക നീക്കങ്ങൾ ശക്തമായിരിക്കുന്നത്? ഏത് കേന്ദ്രത്തിലാണ് പ്രതിരോധ സംവിധാനം ദുർബലമായിരിക്കുന്നത്? ഇവയെല്ലാം നിശബ്ദമായി കണ്ടെത്താൻ കഴിയുന്ന കാലമാണിത്. വെടിയൊച്ച കേൾക്കുന്നതിന് മുമ്പ് തന്നെ യുദ്ധത്തിന്റെ ദിശ നിർണ്ണയിക്കാൻ ഇത്തരം സാങ്കേതിക വിദ്യകൾക്ക് കഴിയും. ഇപ്പോൾ ലോകം ചോദിക്കുന്നത് ഒരേയൊരു കാര്യമാണ്: ഇത് വെറും നിരീക്ഷണ ദൗത്യമോ അതോ അടുത്ത വലിയ പ്രഹരത്തിന്റെ പ്രാരംഭഘട്ടമോ? കാരണം ചരിത്രം തെളിയിച്ചതുപോലെ യുദ്ധങ്ങൾ പലപ്പോഴും തുടങ്ങുന്നത് നിശബ്ദതയിലാണ്. ആ നിശബ്ദതയുടെ മുകളിൽ ഇപ്പോൾ ഒരു ഉപഗ്രഹം ചുറ്റിക്കറങ്ങുകയാണ്. TE-01B എന്നറിയപ്പെടുന്ന ഈ ഉപഗ്രഹം ചൈനീസ് സ്വകാര്യ സ്ഥാപനമായ എർത്ത് ഐ വികസിപ്പിച്ച് ഭ്രമണപഥത്തിലെത്തിച്ചതായാണ് റിപ്പോർട്ടുകൾ പറയുന്നത്. പിന്നീട് അത് ഇസ്ലാമിക് റെവല്യൂഷണറി ഗാർഡ് കോപ്സിന്റെ എയറോസ്പേസ് വിഭാഗത്തിന് കൈമാറപ്പെട്ടു. സാധാരണ ആയുധ ഇടപാടുകളേക്കാൾ സങ്കീർണമായ രീതിയിലാണ് ഈ കൈമാറ്റം നടന്നതെന്ന് വിലയിരുത്തപ്പെടുന്നു. ഇൻ ഓർബിറ്റ് ഡെലിവറി എന്ന മോഡൽ പ്രകാരം ഉപഗ്രഹം ആദ്യം വിക്ഷേപിച്ച് വിജയകരമായി ഭ്രമണപഥത്തിലെത്തിയതിനു ശേഷമാണ് വിദേശ വാങ്ങുന്നവർക്കായി കൈമാറുന്നത്. അതായത് ഭൂമിയിൽ നിന്ന് നോക്കുമ്പോൾ ഒരു സാധാരണ വാണിജ്യ വിക്ഷേപണമായി തോന്നുന്ന ദൗത്യം പിന്നീട് സൈനിക തന്ത്രപ്രധാന ഉപകരണമായി മാറാൻ കഴിയും. ഈ ഉപഗ്രഹത്തിന്റെ ഏറ്റവും വലിയ പ്രാധാന്യം അതിന്റെ ക്യാമറയിലോ സാങ്കേതികവിദ്യയിലോ മാത്രമല്ല, അത് നൽകുന്ന നിരന്തര നിരീക്ഷണ ശേഷിയിലാണ്. മിഡിൽ ഈസ്റ്റിലെ അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ, വ്യോമതാവളങ്ങൾ, നാവിക ആസ്ഥാനങ്ങൾ, ലോജിസ്റ്റിക് ഹബ്ബുകൾ, എനർജി ഇൻഫ്രാസ്ട്രക്ചർ കേന്ദ്രങ്ങൾ എന്നിവയുടെ നീക്കങ്ങൾ ദൂരത്ത് നിന്ന് നിരീക്ഷിക്കാൻ കഴിയുന്ന ഒരു കണ്ണായി ഇത് പ്രവർത്തിച്ചുവെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്. സൈനിക വിമാനങ്ങൾ എവിടെയാണ് നിലയുറപ്പിച്ചിരിക്കുന്നത്? പുതിയ സൈനിക വിന്യാസമുണ്ടോ? ആക്രമണത്തിനുള്ള തയ്യാറെടുപ്പുകളുണ്ടോ? പ്രതിരോധ സംവിധാനങ്ങളിൽ മാറ്റമുണ്ടോ? തുടങ്ങിയ വിവരങ്ങൾ ഇത്തരത്തിലുള്ള ഉപഗ്രഹങ്ങൾ വഴി ശേഖരിക്കാനാവും. ആധുനിക യുദ്ധത്തിൽ ഈ വിവരങ്ങൾ മിസൈലുകളേക്കാൾ ശക്തമായ ആയുധമായി മാറുന്നുണ്ട്. റിപ്പോർട്ടുകൾ പ്രകാരം സൗദി അറേബ്യയിലെ പ്രിൻസ് സുൽത്താൻ എയർബേസ്, ജോർഡാനിലെ മുവാഫക് സാൽറ്റി എയർബേസ്, ബഹ്റൈനിലെ അമേരിക്കൻ 5th ഫ്ലീറ്റ് ആസ്ഥാനം, ഇറാഖിലെ എർബിൽ വിമാനത്താവളം തുടങ്ങിയ നിരവധി കേന്ദ്രങ്ങൾ ഈ ഉപഗ്രഹത്തിന്റെ നിരീക്ഷണ പരിധിയിൽ ഉൾപ്പെട്ടിരുന്നു. ഇതോടൊപ്പം കുവൈത്ത്, ഒമാൻ, ജിബൂട്ടി, യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് എന്നിവിടങ്ങളിലെ അമേരിക്കയുമായി ബന്ധപ്പെട്ട സൗകര്യങ്ങളും നിരീക്ഷിക്കപ്പെട്ടതായി പറയപ്പെടുന്നു. ഇതൊരു രാജ്യത്തെ മാത്രം ലക്ഷ്യമിട്ട നീക്കമല്ല, മുഴുവൻ മേഖലയുടെ സുരക്ഷാ സമവാക്യം മനസ്സിലാക്കാനുള്ള വിശാല രഹസ്യാന്വേഷണ ശൃംഖലയാണെന്ന് വ്യക്തമാക്കുന്നു. ഇതിലെ മറ്റൊരു നിർണായക ഘടകം ചൈനയുടെ പങ്കാണ്. ചൈന ഔദ്യോഗികമായി ഇറാനെ സൈനികമായി സഹായിക്കുന്നില്ലെന്ന് ആവർത്തിച്ചു പറയുന്നുണ്ടെങ്കിലും സ്വകാര്യ സ്ഥാപനങ്ങളിലൂടെ അല്ലെങ്കിൽ വാണിജ്യ സേവനങ്ങളിലൂടെ തന്ത്രപ്രധാന സാങ്കേതിക വിദ്യകൾ ലഭ്യമാകുന്ന സാഹചര്യം പാശ്ചാത്യ രാജ്യങ്ങളിൽ ആശങ്കയുയർത്തുന്നു. പ്രത്യേകിച്ച് ചൈനയുടെ ഉപഗ്രഹ സേവന ശൃംഖല, ഗ്രൗണ്ട് സ്റ്റേഷനുകൾ, ഡേറ്റ പ്രോസസ്സിംഗ് കഴിവുകൾ എന്നിവ ഒരു രാജ്യത്തിന് നേരിട്ട് ആയുധം നൽകാതെ തന്നെ അതിന്റെ സൈനിക ശേഷി വർദ്ധിപ്പിക്കാൻ സഹായിക്കാം. അതിനാൽ ഇത് വെറും ബിസിനസ് ഇടപാടാണോ അതോ പരോക്ഷ ജിയോ പൊളിറ്റിക്കൽ പിന്തുണയോ എന്ന ചർച്ച ശക്തമാണ്. അമേരിക്കയ്ക്കും സഖ്യരാജ്യങ്ങൾക്കും ഇത് വലിയ വെല്ലുവിളിയാണ്. കാരണം പഴയകാല യുദ്ധങ്ങളിൽ ശത്രുവിന്റെ സൈനിക ശക്തി കണക്കാക്കേണ്ടി വന്നിരുന്നു. ഇന്ന് അതിനൊപ്പം അവരുടെ നിരീക്ഷണശേഷി, ഡേറ്റാ ശേഖരണ കഴിവ്, ഉപഗ്രഹ നെറ്റ്വർക്ക്, സൈബർ ശേഷി എന്നിവയും കണക്കാക്കണം. ഒരു മിസൈൽ ആക്രമണത്തിന് മുമ്പ് ശത്രുവിന് നിങ്ങളുടെ നീക്കങ്ങൾ മുഴുവൻ അറിയാമെങ്കിൽ യുദ്ധഭൂമിയിലെ സമവാക്യം തന്നെ മാറും. ഈ സാഹചര്യത്തിൽ അമേരിക്കൻ താവളങ്ങളുടെ സുരക്ഷയും സൈനിക രഹസ്യങ്ങളും കൂടുതൽ അപകടസാധ്യത നേരിടുന്നുവെന്ന ആശങ്ക സ്വാഭാവികമാണ്. ഗൾഫ് മേഖലയിലെ രാജ്യങ്ങൾക്കും ഈ വാർത്ത ആശ്വാസകരമല്ല. അവർ ഒരു വശത്ത് അമേരിക്കൻ സുരക്ഷാ കുടക്കീഴിലും മറുവശത്ത് ചൈനയുമായി സാമ്പത്തിക ബന്ധത്തിലുമാണ്. ചൈന അവരുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളികളിലൊന്നാണ്. അതേസമയം അമേരിക്ക സുരക്ഷാ പങ്കാളിയാണ്. ഈ ഇരട്ട ബന്ധത്തിനിടയിൽ ചൈനീസ് സാങ്കേതികവിദ്യ ഇറാന്റെ സൈനിക ശേഷിയുമായി ബന്ധിപ്പിക്കപ്പെടുന്നത് പ്രാദേശിക വിശ്വാസ സമവാക്യത്തെ കൂടുതൽ സങ്കീർണമാക്കും. ഇറാൻ ഇതിനു മുമ്പും ഡ്രോണുകൾ, ബാലിസ്റ്റിക് മിസൈലുകൾ, പ്രോക്സി ഗ്രൂപ്പുകൾ, സൈബർ തന്ത്രങ്ങൾ എന്നിവ ഉപയോഗിച്ച് അസമമാർഗ യുദ്ധരീതികൾ പിന്തുടർന്നിരുന്നു. ഇപ്പോൾ അതിലേക്ക് ബഹിരാകാശ അടിസ്ഥാനമുള്ള നിരീക്ഷണ ശേഷിയും ചേർന്നാൽ അവരുടെ പ്രതിരോധവും ആക്രമണശേഷിയും പുതിയ തലത്തിലേക്ക് ഉയരും. ഇത് വലിയ സൈനിക ബജറ്റുള്ള രാജ്യങ്ങളോട് പോലും ചെറിയ ചിലവിൽ ശക്തമായ മറുപടി നൽകാനുള്ള വഴിയാകാം. അവസാനമായി നോക്കുമ്പോൾ TE-01B എന്ന ഉപഗ്രഹത്തിന്റെ കഥ ഒരു സാങ്കേതിക ഇടപാട് മാത്രമല്ല, ഇത് ലോകരാഷ്ട്രീയത്തിൽ ഉയർന്നുവരുന്ന പുതിയ യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമാണ്.
യുദ്ധങ്ങൾ ഇനി അതിർത്തികളിൽ മാത്രം നടക്കില്ല, ഭ്രമണപഥത്തിലും ഡേറ്റാ സെർവറുകളിലും നിരീക്ഷണ ശൃംഖലകളിലും നടക്കും. ആകാശത്ത് നിശബ്ദമായി ചുറ്റുന്ന ഒരു ഉപഗ്രഹം ഭൂമിയിലെ ശക്തി സമവാക്യങ്ങളെ തന്നെ മാറ്റിമറിക്കാൻ കഴിയുന്ന കാലത്തേക്കാണ് ലോകം കടന്നിരിക്കുന്നത്.